മറ്റു റിപ്പോർട്ടിലേക്ക്. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ വിചിത്രവാദവുമായി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ്. തന്റെ കാറ് സുഹൃത്ത് ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ തന്നെയും പ്രതി ചേർക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ തന്നെ പ്രതി ചേർത്തതും അങ്ങനെ കണ്ടാൽ മതി. യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഷുഹൈബിന്റെ പ്രതികരണം. എൻ്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത എൻ്റെ സ്വന്തം കാറ് ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയും ആ സുഹൃത്തിന് ഞാൻ ചിരിച്ചുകൊണ്ടത് നൽകുകയും അയാളത് കൊണ്ടുപോകുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ. ആ കാറ് തിരിച്ചു നൽകുകയും സുഹൃത്ത് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുക്കുമ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥനാരായിരിക്കും, അതിൻ്റെ ഒരു പ്രതിയായിരിക്കും. ഇത് തന്നെയാണ് എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും വിചിത്രവാദം തന്നെയാണ് MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ഇപ്പോൾ ഈ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ബെൻസൺ ബാബു ആണ് ചേരുന്നത്. ബെൻസണിലേക്കാണ്. ബെൻസൺ, എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചയായ വാർത്തയാണ്. അതിലാണ് ഇപ്പോൾ ഷുഹൈബിന്റെ ഒരു വിചിത്രവാദം അല്ലെങ്കിൽ വിശദീകരണം വന്നിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയും ഒരു കാർ മോഷണവും തമ്മിലാണ് താരതമ്യപ്പെടുത്തുന്നത്. വളരെ വിചിത്രമാണ്. എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് ഇന്നലെ രാത്രി ഏകദേശം 11 മണിയോട് കൂടിയാണ് തൻ്റെ MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് അക്കൗണ്ടിൽ 13 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആ വീഡിയോയിൽ ഏറിയ സമയവും ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തും പഠനത്തെ സംബന്ധിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ 11 മിനിറ്റ് മുതൽ 13 മിനിറ്റ് വരെയുള്ള 2 മിനിറ്റ് സമയത്തിലാണ് ഇത്തരത്തിലൊരു വിചിത്രവാദം, തൻ്റെ സ്ഥാപനവുമായി താനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു കേസും നൂലാമാലകളെ സംബന്ധിച്ച ഒരു വിചിത്രവാദം അദ്ദേഹം മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതായത് തൻ്റെ കാറ്, തൻ്റെ ഉടമസ്ഥതയിലുള്ള കാറ് തൻ്റെ സുഹൃത്ത് എടുത്തുകൊണ്ട് പോകുന്നു, അയാൾക്കത് നൽകുന്നു. അയാൾ അത് കൊണ്ടുപോയതിനു ശേഷം ഒരു വാഹനാപകടം ഉണ്ടാകുന്നു, അതിലൊരാൾ മരിക്കുന്നു. അത്തരത്തിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ കാറിന്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ തന്റെ പേരും ആ പ്രതിപട്ടികയിൽ വരും. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം മാത്രമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്. തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിലെ മറ്റാളുകൾ നടത്തിയ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു ക്രമക്കേട്, അതിൽ താനും പ്രതിയാക്കപ്പെട്ടു, അല്ലാതെ തനിക്ക് ഇതുമായി നേരിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പരോക്ഷമായി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് MS സൊല്യൂഷൻസ് CEO ആയിട്ടുള്ള ഷുഹൈബ്. ഈ ഒരു വീഡിയോയിലൂടെ ഏകദേശം 1.5 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചാണ് നിലവിൽ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയായി ഷുഹൈബിനെയും ഈ ഷുഹൈബിന്റെ സ്ഥാപനമായ MS സൊല്യൂഷൻസിലെ മറ്റ് 2 അധ്യാപകരെ 2ഉം 3ഉം പ്രതികളാക്കുകയും മറ്റൊരു മലപ്പുറത്തുള്ള ഒരു സ്കൂളിലെ പ്യൂൺ, അദ്ദേഹമാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർത്ത് നൽകിയത്. അങ്ങനെ അയാളെ 4ആം പ്രതിയാക്കുകയും ചെയ്ത് 4 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇവർക്ക് 4 പേർക്കും ജാമ്യം ലഭിക്കുകയും പുറത്തിറങ്ങുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഒന്നും തന്നെ കോടതിയിൽ നിൽക്കുന്ന കേസായതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ ഇവരാരും മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സ്ഥാപനത്തിന് ഉടമ എന്ന നിലയ്ക്ക് ഈ ഷുഹൈബ് അടക്കം മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇത്തരത്തിൽ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്കിടയിലൂടെയാണ് ഇത്തരത്തിൽ പരോക്ഷമായിട്ടുള്ള ഒരു വിചിത്രവാദം അദ്ദേഹം മുൻപോട്ട് വെച്ചിട്ടുള്ളത്. സ്ഥാപനത്തിലെ മറ്റാളുകൾ ചെയ്ത ഒരു പ്രവൃത്തി, അതിൽ തനിക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് അയാൾ പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, കോടതിയിൽ നിൽക്കുന്ന കേസാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്നുമുണ്ട്. അപ്പോൾ ഇത്തരം നടത്തിയിട്ടുള്ള ഈ ഒരു വിചിത്രവാദത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി ഉണ്ടാകുമോ എന്നതും കൂടി ഇനി പരിശോധിക്കേണ്ടതുണ്ട്. സ്വാതി. അതെ ബെൻസൺ, ചോദ്യപേപ്പർ ചോർച്ച കേസിലാണ് വിചിത്രവാദവുമായി MS സൊല്യൂഷൻ CEO ഷുഹൈബ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. തന്റെ കാറ് സുഹൃത്ത് ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ തന്നെ താനാകും പ്രതിയാകും എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ അങ്ങനെ കണ്ടാൽ മതി ഈ ഒരു ചോദ്യപേപ്പർ കേസ് എന്നുള്ളതാണ് ഷുഹൈബ് പറയുന്ന ന്യായീകരണം.